ഓക്കെ, ഒന്നുകൂടിയും പറയാം. നമ്മളുടെ ആപ്പിന്റെ റൂട്ട് എന്ന് പറയുന്നത് മെറ്റീരിയൽ ആപ്പാണ്. നമ്മളുടെ ഈ എക്സാമ്പിളിൽ ഈ ഇപ്പോഴും ബെറ്റർ ആണോ? ഇപ്പൊ കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ ആപ്പാണ് ഫസ്റ്റ് വിജറ്റ്. ഈ മെറ്റീരിയൽ ആപ്പിന്റെ ഹോം എന്ന് പറയുന്നതായിരിക്കും നെക്സ്റ്റ് വിജറ്റ്, അതിന്റെ ടോപ്പിൽ. ഈ മെറ്റീരിയൽ ആപ്പ് വിസിബിളി ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതൊരു ഒരു പ്രോക്സി പോലെയാണ്. അതായത് ഇതൊരു ഒരു പ്രസന്റേഷൻ ആണെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ ബ്രൗസറിന്റെ ഈ സെക്ഷൻ ആണ് ഓരോ വെബ്സൈറ്റും ഡ്രോ ചെയ്യുന്ന അവരുടെ കണ്ടന്റ്. അതിന്റെ റൂട്ടിൽ നമ്മൾ മെറ്റീരിയൽ ആപ്പ് ആഡ് ചെയ്യുന്നത്. മെറ്റീരിയൽ ആപ്പാണ് പിന്നെ ആ സ്ക്രീനിൽ കാണിക്കുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ മെറ്റീരിയൽ ആപ്പിന്റെ ഫസ്റ്റ് പേജ് ആണ് ഈ കാണുന്നത് മൈ ഹോം പേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഈ മൈ ഹോം പേജ് നമ്മളൊരു സ്റ്റേറ്റ്ഫുൾ വിജറ്റ് ആയിട്ടാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് സ്റ്റേറ്റ്ലെസ് വിജറ്റ് ആയിട്ടും ചെയ്യാൻ പറ്റും. ഇനി ഫസ്റ്റ് ഇത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറിയൊരു റീഫാക്ടർ ചെയ്യാം. ഈ റീഫാക്ടർ എന്ന് പറഞ്ഞാൽ കോഡിനെ ഇംപ്രൂവ് ചെയ്യുക അല്ലെങ്കിൽ അതിന് ചെറിയ ചേഞ്ചസ് വരിക എന്നുള്ള ഒരു മീനിങ്ങിലാണ് റീഫാക്ടർ എന്ന് പറയുന്നത്. ഫാക്ടർ ചെയ്യുക, അതിനെ മാറ്റുക എന്നുള്ള രീതിയിൽ. കുറച്ച് സ്ക്രീനിൽ നോക്കാം. ഇവിടെ സ്ക്രീനിൽ ഒരു സ്ട്രക്ചർ ഞാൻ പറഞ്ഞു തന്നിരുന്നു. iOS-നും ആൻഡ്രോയിഡും റെസ്പെക്റ്റീവ് കോഡ്സ് ഉണ്ട്. ഇതിൽ നമ്മൾ വർക്ക് ചെയ്യുന്ന ഏരിയ ഫുൾ ഈ ലിബ് എന്ന് പറയുന്നതിന്റെ ഉള്ളിലായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ അതിന് ഒരു ആപ്പ് ലെവൽ ആയിട്ടുള്ള ഒരു ഫോൾഡർ ഉണ്ടാക്കുന്നു. അതിൻ്റെ അകത്ത് ഒരു ന്യൂ ഫയൽ എന്ന് പറഞ്ഞിട്ട് app.dat എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ഈ ആപ്പിന്റെ ഈ റെഫറൻസ് ഞാൻ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ പറയാണ് ഇതിനൊന്നും റെഫറൻസുകളില്ല. നിങ്ങൾക്ക് അറിയാലോ, ആ റെഫറൻസുകൾ ആഡ് ചെയ്യണം. നമുക്ക് ഇതില് വിഷ്വൽ സ്റ്റുഡിയോയിൽ VS കോഡിൽ ആഡ് ചെയ്യുന്നത് ആ പർട്ടിക്കുലർ എവിടെയാണോ റെഡ് അതിന്റെ റെഫറൻസ് ഇല്ലാത്തത് അവിടെ ഒരു കമാൻഡ് ഡോട്ട് എന്ന് പറയുന്ന ഒരു കമാൻഡ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവർ ഓട്ടോമാറ്റിക്കലി ആ റെഫറൻസുകൾ ആഡ് ചെയ്യും. ഓക്കെ, അപ്പൊ രണ്ട് മിസ്സിംഗ് ആയിട്ടുള്ള ഇതുണ്ടായിരുന്നു. ഒന്ന് സ്റ്റേറ്റ്ലെസ് വിജറ്റ്, അത് മെറ്റീരിയൽ എന്ന് പറയുന്ന പാക്കേജിൽ നിന്നാണ് എടുക്കുന്നത്. പിന്നെ മൈ ഹോം പേജ് അത് ഡാർട്ട് ഫയൽ മെയിൻ ഡാർട്ടിനാണുള്ളത്. അപ്പൊ അതിനെ രണ്ടും ആഡ് ചെയ്തു. പിന്നെ ഇവിടെ അത് മൈ ആപ്പിന് റെഫറൻസ് ഇല്ല. അപ്പൊ ഇത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലേസിലെല്ലാം വെക്കുമ്പോൾ നമുക്ക് എവിടെയാണെല്ലാം വെക്കണമെന്ന് അറിയില്ല. ജനറലി ഈ പ്രൊഡക്ഷൻ ആപ്പിൽ മെയിൻ വളരെ ചെറുതായിരിക്കും, പക്ഷെ ബാക്കിയുള്ളതെല്ലാം റെസ്പെക്റ്റീവ് ആയിട്ടുള്ള ഫയൽസിലായിരിക്കും. ഈ പേജിനെ നമുക്ക് അതേപോലെ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഇപ്പൊ കാണിച്ചത്, പിന്നെ നമ്മൾ മാറ്റും. പക്ഷെ ഇപ്പൊ ഏറ്റവും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ പേജസ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കുന്നു. അതിൻ്റെ അകത്ത് ഇതേപോലെ തന്നെ ഞാൻ ഹോം പേജ് എന്ന് പേര് കൊടുക്കും. ഹോം പേജ് .dat. പിന്നെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ഈ ഡാർട്ടിന്റെ ഒരു നെയിമിംഗ് കൺവെൻഷൻ വെച്ചിട്ട് എല്ലാ ഫയൽസും ലോവർ കേസിൽ മാത്രമേ എഴുതാൻ പാടുള്ളൂ. പിന്നെ ഓരോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള വേർഡ് കഴിയുമ്പോൾ ഒരു അണ്ടർസ്കോർ യൂസ് ചെയ്യണം. നമുക്ക് മനസ്സിലായി? യൂണിക്സിന്റെ ഒരു നെയിമിംഗ് പാറ്റേൺ ആണ് നമ്മളും ഡാറ്റിൽ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, ഈ മെയിൻ .datൽ ഈ ഫയലിന് ഞാൻ ഇവിടുന്ന് കോപ്പി ചെയ്തെടുക്കുകയാണ്. രണ്ട് ക്ലാസ്സസ് ഉണ്ട്, വേറെ ഒന്നുമില്ല എൻ്റെ മെയിൻ. നമുക്ക് ഉടനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സ്റ്റേറ്റ്ഫുൾ വിജറ്റ് ഇല്ല, അപ്പൊ അതിന് മെറ്റീരിയൽ പാക്കേജ് ആഡ് ചെയ്തു. പിന്നെ എനിക്ക് അത് മാത്രമേ ഇവിടെ ആവശ്യമുണ്ടാവുള്ളൂ. ഇനി മെയിനിലത് ആവശ്യമില്ല, ആപ്പിൽ ഇത് വേണ്ടി വരും. ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല, നമുക്കിത് വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു കാര്യമാണ്. ശ്രദ്ധിച്ചല്ലോ, ഇത് ആപ്പ് സ്റ്റേബിളായി ഇവിടെ വീണ്ടും റൺ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. ഇനി ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ട്. ടെസ്റ്റിങ്ങിനെ കുറിച്ചും നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാം. നമ്മൾ വളരെ സീരിയസ് ആയിട്ട് ടെസ്റ്റിങ്ങിനെ കാണുന്ന ആൾക്കാരാണ്, പക്ഷെ പലപ്പോഴും നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷെ ടെസ്റ്റിംഗ് ഡെവലപ്മെന്റിന് അത്രയും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മൾ ഇപ്പൊ ചെയ്യുന്ന ആപ്പ് നമുക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും. നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം, ഒരു ലൈബ്രറി ആണെങ്കിൽ നമുക്ക് എങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും? അത് വേറൊരു ആപ്പ് എഴുതിയാൽ അതിന് ടെസ്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ? അപ്പോൾ അത് ഇൻഡിപെൻഡന്റ് ആയിട്ട് അതിന്റെ ഓരോ യൂണിറ്റും, ഓരോ ഫങ്ഷണൽ ആയിട്ടുള്ള യൂണിറ്റുകളും ഇൻഡിപെൻഡന്റ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് യൂണിറ്റ് ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ യൂണിറ്റ് ടെസ്റ്റിങ്ങിന് പല രീതിയിൽ ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ അതിന് ഓട്ടോമേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയും. മാനുവൽ ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ വളരെ വാല്യബിൾ ആണ്, പക്ഷെ ഒരു റിയൽ ഇന്റലിജൻസ് ഉള്ള ഒരാൾ ടെസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ വളരെ ഓട്ടോമേഷൻ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ടെസ്റ്റുകൾ മാത്രം മാനുവൽ ടെസ്റ്റിംഗ് ചെയ്യുന്നതാണ് കുറച്ചുകൂടി നല്ല കാര്യം. കാരണം നമുക്ക് ടൈമിനെ ജുഡീഷ്യസ് ആയിട്ട് യൂസ് ചെയ്യാം,
എത്ര നന്നായിട്ട് നമ്മൾ ടെസ്റ്റ് കവറേജ് ചെയ്യുന്നുണ്ടോ നമ്മളുടെ ടെസ്റ്റേഴ്സിന്റെ ലൈഫ് ഈസി ആയിരിക്കും. ഇഷ്യൂസ് അവർക്ക് തന്നെ റീപ്രൊഡ്യൂസ് ചെയ്യണം. സില്ലി ആയിട്ടുള്ള ഇഷ്യൂസ് ആയിട്ട് അവർ വരില്ല. നമ്മുടെ ക്രെഡിബിലിറ്റി നമ്മുടെ ടൈം നമുക്ക് പ്രോപ്പർലി യൂസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അതിലേക്ക് തിരിച്ചു വരാം. ഇപ്പോൾ ഈ മെയിൻ പേജിൽ വളരെ കുറച്ച് കോഡേ ഉള്ളൂ. ഇപ്പൊ ഇത്രയും ചെറിയ കോഡ് എന്തിനാണ് ഇത്ര മാറ്റം തോന്നിയിട്ടുണ്ടോ? പക്ഷെ ഇതൊരു ഗുഡ് പ്രാക്ടീസ് ആണെന്ന് വിചാരിച്ചാണ്. നമ്മൾ എപ്പോഴും വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഇതിൽ വർക്ക് ചെയ്യാൻ നോക്കണം. അപ്പൊ ആപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റൂട്ട് ആയിട്ടുള്ള ആപ്ലിക്കേഷനിൽ റിലേറ്റീവ് ആയിട്ടുള്ള എല്ലാതും ഈ ആപ്പ് ലെവലാണ് വരുന്നത്. പേജസ് എന്ന് പറഞ്ഞാൽ ഓരോ പേജസിന് കോണ്ടെക്സ്റ്റിൽ നിൽക്കുന്ന ചില കാര്യങ്ങളാണ്. നമുക്ക് ഓരോ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഓരോന്നായിട്ട് ആഡ് ചെയ്യാം. അപ്പൊ ഇതെന്തായാലും വേറെ ഏത് ഫയൽ എങ്ങനെ വെച്ചാലും ലൈബ്രറിയുടെ അകത്ത് മെയിൻ ഫയലാണ് ഇനീഷ്യലി നമ്മൾ കീപ്പ് ചെയ്യുന്നത്. അത് എപ്പോഴും ആ പൊസിഷനിൽ തന്നെ കീപ്പ് ചെയ്യാം. അതായത് നമ്മൾ ആപ്പിന്റെ എൻട്രി പോയിന്റ്. ഇനി പേജസിലേക്ക് തിരിച്ചു വരാം. അത് ഇതിലത്തെ കുറച്ച് സാധനങ്ങൾ എടുത്ത് കാണാം. ഡീബഗർ വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന്റെ കൺട്രോൾ ഫ്ലോ എങ്ങനെയാണ് നടക്കുന്നത് നിങ്ങൾക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കിവിടെ രണ്ട് ഭാഗമായിട്ടാണ് ഇപ്പൊ ഇരിക്കുന്നത്. സ്റ്റേറ്റ്ലെസ് വിജറ്റ് ആയതുകൊണ്ട് തന്നെ ഇതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ഈ പർട്ടിക്കുലർ വിജറ്റ്. ഇത് വിജറ്റ് തന്നെയാണ്, സ്റ്റേറ്റ്ഫുൾ ആണെന്നേ ഉള്ളൂ. ഈ വിജറ്റിന്റെ ടൈറ്റിൽ പാസ് ചെയ്യുന്നതെല്ലാം ഈ ക്ലാസ്സിലാണ് ഇരിക്കുന്നത്. അതിന്റെ സ്റ്റേറ്റ് ലെവൽ അതിന്റെ വ്യൂ എല്ലാ കമ്പോണൻസും റീഡ്രോ ചെയ്യുന്നത് സ്റ്റേറ്റ് അനുസരിച്ച് മാറുന്നതെല്ലാം വരുന്നത് ഈ സെക്ഷനിലാണ്. ഓക്കെ, ഇനി നിങ്ങളിവിടെ കാണുന്നുണ്ടാവും ഇവിടെ ഒരു അണ്ടർസ്കോർ കാണുന്നത്. പബ്ലിക് മെത്തേഡ്സിനെ കുറിച്ചും പ്രൈവറ്റ് മെത്തേഡ്സിനെ കുറിച്ചും നിങ്ങൾക്ക് അറിയാമോ? സോറി, ഒരു മൂളൽ മാത്രമേ കേട്ടുള്ളൂ. പബ്ലിക്കും പ്രൈവറ്റ് മെത്തേഡ്സിനെ കുറിച്ച് അറിയാമോ? ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിന്റെ കൺസെപ്റ്റ്. കേൾക്കാം പറഞ്ഞോളൂ. അഞ്ജലിക്ക് കേൾക്കാമോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, ഞാനിത് ഷെയർ ചെയ്യാം കേട്ടോ അപർണ. അപ്പൊ പറ്റുന്ന ഞാൻ ഈ സെഷൻ ഷെയർ ചെയ്യാം, നിങ്ങളൊന്നും കൂടി നോക്കിക്കോളൂ. നമുക്ക് അപ്പൊ ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്ന പോലെ ഫോളോ ചെയ്യും. ഞാൻ സ്ക്രീൻ ഷെയറിംഗ് സ്റ്റോപ്പ് ചെയ്യുന്നില്ല. വൈഫൈ ആണെങ്കിൽ വൈഫൈയുടെ കുറച്ച് അടുത്തേക്ക് നീങ്ങിയിരുന്നാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും തോന്നുന്നു. ഇംഗ്ലീഷ് പറയുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. ഓക്കെ, അപ്പൊ ഞാൻ പതുക്കെ അധികം സ്ക്രീൻ അധികം നോക്കാതെ പോവാം. എനിക്ക് കേൾക്കാലോ. ഞാനൊന്നും ചെയ്തില്ല. ഓക്കെ, ഞാൻ നേരത്തെ ചെയ്തപ്പോഴാണ്. ഓക്കെ നോക്കൂ, ഈ ക്ലാസ് എന്ന് പറയുന്ന പ്രിഫിക്സ് ഉണ്ടോ? ഈ ക്ലാസ് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് ചെയ്യുന്നത് ഈ കേളി ബ്രാക്കറ്റ്സിലാണ്. ഇവിടെ ഒരേ കളർ വരുന്നതാണോ? ഈ യെല്ലോ കളർ. ഓക്കെ, അത് ഒരേ ഒരു കോണ്ടെക്സ്റ്റ് ആണെന്നാണ് മീൻ ചെയ്യുന്നത്. ഓക്കെ, ഇതും അതേപോലെ തന്നെ ക്ലാസ് 3 ക്ലാസ്സസ് ആണല്ലോ ഉണ്ടായിരുന്നത്. ഒന്ന് മെറ്റീരിയൽ ആപ്പ്, പിന്നെ ഈ ഒരു സ്റ്റേറ്റ്ഫുൾ വിജറ്റിന്റെ 2 ഭാഗങ്ങൾ. ഒരു സ്റ്റേറ്റ്ഫുൾ വിജറ്റിന്റെ ഒരു ഭാഗം, ഒരു സ്റ്റേറ്റിന്റെ ഭാഗം. ഓക്കെ, ഇതിന്റെ മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു ക്ലാസ് തന്നെയാണ്. പക്ഷെ ഈ അണ്ടർസ്കോർ എന്ന് പറഞ്ഞ മീൻ ചെയ്യുന്നത് അത് നമുക്ക് പബ്ലിക്കലി നമുക്ക് വിസിബിൾ ആവില്ല. അത് ഈ ഒരു ഫയലിന്റെ ഉള്ളിൽ മാത്രമേ വിസിബിൾ ആവുള്ളൂ എന്നാണ് ഈ അണ്ടർസ്കോറിന്റെ മീനിങ്. ഒരു മെത്തേഡ് നമുക്ക് ഞാൻ പറഞ്ഞു പബ്ലിക് ഉണ്ട്, പ്രൈവറ്റ് ഉണ്ട്, പ്രൊട്ടക്റ്റഡ് ഉണ്ട്. ഇപ്പൊ ഡാർക്കില് പബ്ലിക്കും പ്രൈവറ്റും മാത്രമേ ഉള്ളൂ. പബ്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ക്ലാസ് ഇതിന്റെ ഒരു ഒബ്ജക്റ്റിന്റെ ഒരു മെത്തേഡിനെ ആക്സസ് ചെയ്യാൻ നോക്കുമ്പോൾ ആ മെത്തേഡിനെ ആക്സസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അത് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് എന്ന് പറയുന്നത്. നമുക്ക് പലപ്പോഴും പറയാലോ, നമുക്ക് പല ഇന്റേണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളോട് ആരോടെങ്കിലും സംസാരിക്കാൻ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. നമ്മളുടെ ബ്രെയിനിൽ നമ്മുടെ തോട്ടിന് നമ്മളുടെ വേർഡ്സ് ആക്കി മാറ്റുമ്പോൾ എത്രയോ ഫിസിക്കൽ ആയിട്ടുള്ള ചെറിയ ചെറിയ കമ്പോണൻസ് ഒരുമിച്ച് വർക്ക് ചെയ്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് അല്ലെ. നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ ആ എത്രയും മസിൽസ് ഉണ്ട്, നെർവ്സ് ഉണ്ട്, നമ്മുടെ ലങ്സ്, നമ്മുടെ ബ്രീതിങ് എല്ലാം കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ ആ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ സംസാരിക്കുക എന്ന് പറയുന്നത് ഒരു അബ്സ്ട്രാക്ട് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷെ അത് അച്ചീവ് ചെയ്യുന്നത് ഒരുപാട് ചെറിയ 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 കാര്യങ്ങൾ വെച്ചിട്ടായിരിക്കും. അപ്പോൾ ഒരേ ക്ലാസ്സിൽ തന്നെ പലപ്പോഴും അതിന്റെ ഔട്ട്പുട്ട് ചെറിയ പല മെത്തേഡ്സിന്റെ ഒരു കോമ്പിനേഷൻ കൊണ്ടായിരിക്കും നടക്കുന്നുണ്ടാവുക. അപ്പൊ അങ്ങനെ ലോജിക്കൽ ആയിട്ടുള്ള ഓരോ
മെത്തേഡ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളത് ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്കില്ലാണ്. ഒരു ലോജിക്കലി ഒരു ഓപ്പറേഷൻ ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഒരു ഔട്ട്പുട്ട്, അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഓപ്പറേഷൻ ലോജിക്കലി സിമിലർ ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ നമുക്ക് എന്ത് ചെയ്യാം, മെത്തേഡായിട്ട് മാറ്റി വെക്കാം. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്ന ഒരു ആക്ഷൻ ഉണ്ടെങ്കിൽ അതിനൊരു 4-5 സ്റ്റെപ്പായിട്ട് മാറ്റുകയാണ്. അതിൽ 2-3 സ്റ്റെപ്പ് വേറൊരു സ്ഥലത്ത് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കോമൺ ആയിട്ടുള്ള ഭാഗത്തിന് നമ്മൾ എന്ത് ചെയ്യും, റീയൂസബിൾ ആയിട്ട് മാറ്റി വെക്കും. കുഴപ്പമില്ല, നിങ്ങളത് ഇപ്പൊ ഈ പോയിന്റ് മനസ്സിലാക്കുന്നത് ഇമ്പോർട്ടന്റ് അല്ല, നിങ്ങൾക്ക് അത് ജനറലി മനസ്സിലായി തുടങ്ങും. എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് മെത്തേഡ്സ് ഉണ്ടാക്കുന്നത്, എങ്ങനെയാണ് പബ്ലിക് ആയിട്ടുള്ള പ്രൈവറ്റ് മെത്തേഡ്സ് ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അത് ഒരു ലേൺഡ് ആയിട്ടുള്ള ഒരു കുറച്ച് ടൈം കൊണ്ട് വരുന്നതാണ്. ഇപ്പൊ അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കിയാൽ മതി. നമുക്ക് ഇപ്പൊ ഒരു ചെറിയ കാര്യം ചെയ്യാൻ ഒരു ക്ലാസ്സിന്റെ അകത്ത് നമ്മൾ 10-15 മെത്തേഡ് വെച്ച് കഴിഞ്ഞാൽ ഏതാണ് യൂസ് ചെയ്യുന്നത് ആർക്കും മനസ്സിലാവില്ല. അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അത് ചെയ്യുന്ന കീ ഫീച്ചേഴ്സിനെയാണ് നമ്മൾ പബ്ലിക് മെത്തേഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പുറമേയുള്ള എല്ലാവർക്കും കാണിക്കുന്ന വളരെ നമ്മുടെ സ്വീറ്റ് ആയിട്ടുള്ള ഒരു സെൽഫിനെയാണ് പബ്ലിക് മെത്തേഡ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇന്റേണലി ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ചിന്തകൾ പോകുന്നുണ്ട്, അതെല്ലാം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ നമുക്ക് ആ ബിഹേവിയേഴ്സ് എല്ലാം നമ്മൾ കൺട്രോൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനത്തെ ഒരു കാര്യമാണ് പ്രൈവറ്റ് മെത്തേഡ്സ് എന്ന് വിചാരിച്ചാൽ. പബ്ലിക് എപ്പോഴും മിനിമൽ ആയിരിക്കണം, അതിന്റെ ഫങ്ഷനാലിറ്റിനെ എയ്ഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ജെനുവിൻലി അതിന് യൂസ് ചെയ്യുന്ന എന്തെങ്കിലും ആയിരിക്കണം. മനസ്സിലായോ? അങ്ങനെയാണ് പബ്ലിക് മെത്തേഡ്സ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത് ഇന്റേണലി നമ്മൾ യൂസ് ചെയ്യുന്ന വേറെ ആരും കാണാൻ പോകുന്നില്ല, പക്ഷെ അതിനും ഈ ഒരു ലോജിക്കലായിട്ട് ഗ്രൂപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ചെയ്യുന്നതാണ് പ്രൈവറ്റ് മെത്തേഡ്സ്. അടുത്തതിലേക്ക് പോവാം. സ്റ്റേറ്റിൽ വരുമ്പോൾ ഇവിടെ കാണാം, ഇവിടെ ഒരു ഇൻക്രിമെന്റ് കൗണ്ടർ എന്ന് പറയുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ഓക്കെ, മെത്തേഡ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? അത് അതിന്റെ റിട്ടേൺ ടൈപ്പ് വോയിഡ് എന്ന് പറയുന്നുണ്ട്. സിയുടെ പോലെ തന്നെയാണ് വോയിഡ് എന്ന് പറഞ്ഞാൽ ആ മെത്തേഡ് ഒന്നും റിട്ടേൺ ചെയ്യുന്നില്ല എന്നാണ്. ഇത് മെത്തേഡിന്റെ നെയിം ആണ്. ഈ 2 കേളി ബ്രാക്കറ്റ്സ് മീൻ ചെയ്യുന്നത് അതിൽ ഒരു ആർഗ്യുമെന്റ്സും അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിന്റെ ബോഡിയാണ് ഈ കേളി ബ്രാക്കറ്റ്സ് ചെയ്യുന്നത്, മീൻ ചെയ്യുന്നത്. അതിന്റെ അകത്ത് ഒരൊറ്റ സിംഗിൾ കോളാണ് നടക്കുന്നത്. സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അതിന്റെ അകത്ത് ഒരു വേരിയബിൾ കൗണ്ടർ എന്ന് പറഞ്ഞ വേരിയബിൾ ആണ്. ആ കൗണ്ടറിന് പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 0 ആണെങ്കിൽ 1 ആവും, 1 ആണെങ്കിൽ 2 ആവും, 2 ആണെങ്കിൽ 3 ആവും. ബേസിക് ആയിട്ടുള്ള ഒരു ഓപ്പറേഷനാണ് നടക്കുന്നത്. മനസ്സിലാവും? ഈ സെറ്റ് സ്റ്റേറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ സെറ്റ് സ്റ്റേറ്റിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുന്നു, ആ സെറ്റ് സ്റ്റേറ്റിന്റെ ഉള്ളിലത്തെ ചേഞ്ചസ് അത് ചെയ്തതിന് ശേഷം അത് ബിൽഡ് മെത്തേഡിനെ വിളിക്കും. അതാണ് അതിന്റെ ഇമ്പോർട്ടൻസ്. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാനൊരു ബ്രേക്ക് പോയിന്റ് ആണ്. അപർണ ഇപ്പൊ ബെറ്റർ ആണോ എന്താണ്? ഓക്കെ, കണ്ടോ? ഞാൻ അതിന് ഒന്ന് സേവ് ചെയ്തപ്പോ ഇവിടെ ഒരു കോൾ വന്നു. ഓക്കെ, ഞാൻ കോളിന് ഫോർവേഡ് ചെയ്യാണ്. ഇപ്പൊ ഇവിടെ 0 ആണ്. ഇനി ഞാൻ ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ വീണ്ടും ഒരു കോൾ വരും. ഓക്കെ, ഇപ്പൊ ഈ ടൈമിൽ നമ്മൾ കൗണ്ടറിന്റെ വാല്യൂ ഇൻസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ അത് ഓൾറെഡി ഇവിടെ പോയി കഴിഞ്ഞു. ഞാൻ ഇവിടെ ഒരു ബ്രേക്ക് പോയിന്റ് ആണ്. ഓക്കെ, അടുത്ത ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഉണ്ടോ അവിടെ ഒരു കോൾ വന്നു, ഇവിടെ കോൾ വന്നിട്ടില്ല. ഈ സെറ്റ് സ്റ്റേറ്റ് വിളിച്ച് കഴിയുമ്പോഴാണ് ഈ ബിൽഡ് എന്നുള്ള മെത്തേഡ് വീണ്ടും വിളിക്കുന്നത്. അവിടെ വീണ്ടും വിളിക്കുന്നു. ഇപ്പോഴാണ് ഇവിടെയാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ അതിന്റെ വാല്യൂ 2 ആയിട്ടുണ്ടാവും. ഓക്കെ, ഇവിടെ കാണുന്നുണ്ട് 2 ആയി. അപ്പൊ എന്താ ശരിക്കും സംഭവിച്ചത്? നമ്മൾ ആ വാല്യൂ ചേഞ്ച് ചെയ്തതിന് ശേഷം സ്ക്രീനിൽ റീഡ്രോ ചെയ്യാൻ പറയാണ് ചെയ്തത് സെറ്റ് സ്റ്റേറ്റിൽ കൂടെ. അപ്പൊ ബിൽഡ് അഞ്ജന എന്താ പറയാമെന്ന് പറഞ്ഞത്? അല്ല, അപ്പൊ സ്കെഫോൾഡ് എന്താണെന്ന് അതിന്റെ ഉള്ളിലല്ലേ ഇപ്പം കോൾ ചെയ്തേ? അതിന്റെ ഉള്ളിലല്ല, ഈ ബിൽഡ് എന്ന് പറഞ്ഞ മെത്തേഡാണ് ഇൻവോക്ക് ചെയ്യുന്നത്. ഫംഗ്ഷനാണ്. ആ മെത്തേഡിനെയാണ് ഇൻവോക്ക് ചെയ്യുന്നത്. സെറ്റ് സ്റ്റേറ്റ് വിളിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഈ പ്രിബിൽ ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ഒരു വിജറ്റിലാണെങ്കിൽ, സ്റ്റേറ്റ്ലെസ് വിജറ്റിലാണെങ്കിൽ വിജറ്റിന്റെ ഉള്ളിൽ തന്നെ ബിൽഡ് മെത്തേഡ് ഉണ്ടായിരിക്കും. സ്റ്റേറ്റ് ഫുൾ ആണെങ്കിൽ അതിന്റെ സ്റ്റേറ്റിന്റെ അകത്തുണ്ടായിരിക്കും. അപ്പൊ സ്റ്റേറ്റിലെ ഈ മെത്തേഡിനെയാണ് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ഈ സെറ്റ് സ്റ്റേറ്റ് എന്ന ഫംഗ്ഷനാലിറ്റി ഈ സ്റ്റേറ്റിന്റെ ഭാഗമാണ്. ഈ സ്റ്റേറ്റിന്റെ ഭാഗമാണ് സെറ്റ് സ്റ്റേറ്റ് എന്ന് പറയുന്നിട്ടുള്ള ഈ ഒരു കോള്. അതിനാണ് ഞാനത് പറയാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ സൈഡ് ട്രാക്ക് ആയി പോകും. നമ്മളുടെ എളുപ്പത്തിൽ അത് നിങ്ങൾക്കും ഓവർവെൽം ആവും. അപ്പൊ ഞാൻ അതിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇനി സ്കഫോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഒരു ഫ്രെയിം വർക്കാണ്. ഫ്രെയിം വർക്ക് എന്താണ് ചോദിക്കുന്നത്? അപ്പൊ എന്താ ഒരു ഇപ്പൊ മാനിഫോൾഡ് എന്നും ഒരുപാട് ടേംസ് ഉണ്ട്. ഇപ്പൊ ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ
ഒരു വീട് നമുക്കൊരു വീടിന്റെ ഒരു ടെന്റ് ഉണ്ടാക്കണമെങ്കിൽ ആ ടെന്റിന്റെ ഉള്ളിൽ ആ ടെന്റിന് ഒരു ഷേപ്പും ഒരു സ്ട്രക്ചറും കൊടുക്കാനായിട്ട് ഉള്ളിൽ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ട് അതിന് മുകളിൽ കൂടെ എന്തെങ്കിലും ഇടാണെങ്കിൽ ആ ഷേപ്പിൽ നിൽക്കില്ലേ. അങ്ങനെ യൂസ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഇതാണ് സ്കഫോൾഡ് എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ ഈ ഹോൾ പേജിന്റെ എന്താണ് എല്ലാത്തിനെയും എല്ലാ സ്ട്രക്ചർ എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ നോക്കുകയാണെങ്കിൽ കാണാലോ, മുകളിൽ ഒരു നാവിഗേഷൻ ബാർ ഉണ്ട്, ഒരു ആപ്പ് ബാർ ഉണ്ട്, ഒരു ബാർ ഉണ്ട്, ഒരു കണ്ടന്റ് ഉണ്ട്. ഓക്കെ, കണ്ടന്റ് നമ്മൾ ബോഡി എന്ന് പറയാണ്. താഴെ ഒരു ഫുട്ടറും പോസിബിൾ ആണ്, പക്ഷെ ഫുട്ടർ ഇല്ല, കാരണം ഫുട്ടർ ഒരു ആപ്പിന്റെ ഡിഫോൾട്ട് ആയിട്ടുള്ള ബിഹേവിയർ അല്ല, അതുകൊണ്ട് അത് പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാലും ഒരു ഹെഡർ ഡെഫിനറ്റ്ലി ഉണ്ട്, ഒരു ബോഡി ഉണ്ട് എന്ന് വിചാരിച്ചാൽ മതി. അപ്പൊ സ്കഫോൾഡിൽ എടുക്കുകയാണെങ്കിൽ ഒരു ആപ്പ് ബാർ ഉണ്ട്, ഒരു ബോഡി ഉണ്ട്. ഇനി വളരെ എളുപ്പത്തിൽ ആഡ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഡ്രോവർ. അപ്പോ ഇവിടെ എന്താണുള്ളത്, ഇപ്പൊ ഒരു പ്രാവശ്യം റിഫ്രഷ് ചെയ്ത സ്റ്റേറ്റ് മാറി. ഇനി ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റർ എന്ന് പറഞ്ഞൊരു വിജറ്റ് ഉണ്ട്. ഇത് ഇവിടെ സെന്ററിലല്ലേ നിൽക്കുന്നത്. ഓക്കെ, അപ്പൊ സെന്റർ എന്ന് പറയുന്ന ഒരു വിജറ്റിന്റെ ഉള്ളിലാണ്, അതിനകത്ത് കോളം എന്ന് പറയുന്ന ഒരു വേറെ വിജറ്റ് ഉണ്ട്. അതിന്റെ ഉള്ളിൽ 2 ടെക്സ്റ്റ് ആണ് ഈ കാണുന്നത്. ഞാൻ അതിൽ ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാനാണ് ചോദിച്ചത്. അത് ആഡ് ചെയ്യാണ്, ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. ഞാൻ പറയുന്നത് സേവ് ചെയ്യാണ്. ജസ്റ്റ് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. അപ്പൊ എന്തുണ്ടായത്, അത് താഴെ. ഇനി എത്ര എണ്ണം ആഡ് ചെയ്താലും ഇതേപോലെ തന്നെ ആയിരിക്കും വരുന്നത്. ഇനി ഞാനൊരു ടിപ്പിക്കലി ഒരു ലോഗിൻ ഫോം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ള രീതിയിൽ ഇതിനെ മാറ്റുന്നത് കാണിച്ചു തരാം. ജസ്റ്റ് ഫോളോ ചെയ്താൽ മതി, മനസ്സിലാക്കണം എന്നില്ല. ഈ കമ്പോസിഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ്. ഞാൻ ഈ ഒരു കോളം ഇരിക്കുന്ന അത് ഒരു കാർഡിന്റെ ഉള്ളിലാക്കുന്ന പോലെ ചെയ്യാണ്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യാൻ നോക്കുന്നത്, ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്. ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് സ്ലൈറ്റ്ലി ഒരു ഓഫ് വൈറ്റ് കളറാക്കാൻ നോക്കുകയാണ്. അപ്പോൾ നമുക്ക് കളറിംഗ് ബിഹേവിയറും ബേസിക് ആയിട്ടുള്ള പാഡിങ്ങും എല്ലാം ആഡ് ചെയ്യുന്നത് ഒരു കണ്ടെയ്നർ എന്ന് പറയുന്ന അത് നമ്മളുടെ HTML ഡിവ് പോലെയുള്ള ഒരു ഇതാണ്. ബേസ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു വിജറ്റ് ആണ്. പക്ഷെ ഒരുപാട് അബ്യൂസ് ചെയ്യരുത്. അത് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാനുള്ള ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ഒരു വിജറ്റ് ആണ്. നമുക്ക് ഒരുപാട് യൂസ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യാൻ പോവാണ്. ഈ സെന്റർ എന്നൊക്കെ പറയുന്നത് പൊസിഷൻ മാത്രം കൊടുക്കുന്ന ഒരു വിജറ്റ് ആണ്. അതൊരിക്കലും ഡ്രോ ചെയ്യില്ല. അതായത് സെന്ററിൽ ഒരിക്കലും ഒരു കളർ ഓൺ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായോ? അത് സോൺലി എക്സിസ്റ്റ് ഫോർ നമ്മളുടെ താഴെയുള്ള നമ്മുടെ ചൈൽഡ് വിജറ്റ്സിനെ പൊസിഷൻ ചെയ്യാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു വിജറ്റ് ആണ്. അതായത് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഹോൾ സ്ക്രീൻ കവർ ചെയ്യുന്ന ഒരു വിജറ്റ് ആണ്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള യാതൊരു ഡ്രോയിങ് കേപ്പബിലിറ്റീസും അതിനില്ല. ഓക്കെ, ഞാൻ കൺഫ്യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് പറയാണ്. സെന്ററിന് ഒരു കളർ, എനിക്കിപ്പോ ഈ വൈറ്റ് കളർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് സെന്ററിൽ ഒരു കളർ കൊടുക്കാനായിട്ട് ഒന്നുമില്ല. കണ്ടോ, കളറില്ല. അപ്പൊ ഞാനത് ചെയ്യണമെങ്കിൽ ഞാൻ അതിനെ കണ്ടെയ്നറിൽ റാപ്പ് ചെയ്യും. ഞാൻ കമാൻഡ് ഡോട്ട് എന്ന് പറയുന്ന ഒരു ഇത് യൂസ് ചെയ്തു. അപ്പൊ അടുത്ത വിജറ്റിൽ റാപ്പ് ചെയ്യാന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, കണ്ടെയ്നർ ചൈൽഡ് സെന്റർ ആയി. നേരത്തെ അത് ഉണ്ടായിരുന്നില്ല. മനസ്സിലായല്ലോ? സെന്ററിന്റെ ചൈൽഡ് ആയിട്ടാണ് കോളം ഉള്ളത്. മനസ്സിലായോ? ഒരു നെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ്. ഇനി കണ്ടെയ്നറിൽ നോക്കുകയാണെങ്കിൽ അവിടെ കളർ എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി ഉണ്ട്. ഞാൻ അവിടെ കളേഴ്സ് വൈറ്റ്, ഒരു സ്ലൈറ്റ്ലി ഓഫ് വൈറ്റ് ആയിട്ടുള്ള ഒരു കളർ ഞാൻ കൊടുക്കാൻ നോക്കുന്നു. ഞാൻ 50% കളറുള്ള ഒരെണ്ണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു. സ്ലൈറ്റ്ലി ഒന്ന് ഡാർക്ക് ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇച്ചിരി ഡാർക്ക് ആയിട്ടൊന്നും തോന്നുന്നു. കളറാണിത്, ഒരു റീബിൽഡ് ആയിട്ടുള്ള കുറച്ച് കളേഴ്സ് ആണ്. 70% ഒപ്പാസിറ്റി ആണ്. കളർ കൊടുത്തു. ഇനി ഈ ഒരു ഈ കോളം ഉണ്ടല്ലോ, ഈ കോളം ഇരിക്കുന്ന ആ ഒരു ഇതിൻ്റെ അകത്ത് ഞാനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സൈസ് ബോക്സ് കൊടുക്കാം. ഇപ്പൊ ഇതെല്ലാം സ്ട്രെച്ചിങ് ആണ്, ഇത് കംപ്ലീറ്റ്ലി സ്ട്രെച്ച്ഡ് ആയിട്ടാണ് നിൽക്കുന്നത്. ഞാൻ അത് കാണിച്ചു തരാം.
ഇവിടെ ഈ കോളത്തിന്റെ അകത്ത് സെന്റർ ആയിട്ട് നിൽക്കുന്ന ഒരു ഒരു കണ്ടെയ്നറിനുള്ളിൽ കൊടുക്കണം, ഒരു കളർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. കണ്ടെയ്നർ ആഡ് ചെയ്ത് ഒരു പുതിയൊരു പുതിയതെന്ന് പറയാനില്ല, എന്നാലും ഒരു വിജറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്ത കണ്ടെയ്നർ ആണ്. അതിൻ്റെ അകത്ത് ഞാൻ ഒരു കളർ കൊടുക്കാണ്. ഞാൻ കളേഴ്സ് ഡോട്ട് യെല്ലോ, കുറച്ച് കളേഴ്സ് ഡോട്ട് യെല്ലോ എന്ന് പറയാണ്. ഓക്കെ, അപ്പൊ ഇത് എന്താണ് ഇതിന്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു കണ്ടെയ്നർ ഉണ്ട്. ആ കണ്ടെയ്നർ ഒരു വൈറ്റ് കളറാണ്. അതിന്റെ ഉള്ളിൽ ഒരു സെന്റർ ഉണ്ട്. ആ സെന്ററിന്റെ ഉള്ളിൽ ഞാൻ വേറൊരു കണ്ടെയ്നർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ കളർ യെല്ലോ ആണ്. അതിന്റെ ഉള്ളിൽ ഒരു കോളം ഉണ്ട്. കോളം എപ്പോഴും എവിടെയാണ് ഇട്ടിരിക്കുന്നത്, അതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള, അതായത് ടോപ്പ് ടു ബോട്ടം ആ സ്ക്രീനിൽ അവൈലബിൾ ആയിട്ടുള്ള മാക്സിമം സ്പേസ് എടുക്കുന്ന ഒരു വിജറ്റ് ആണ് കോളം എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും എടുത്തു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ ഇൻട്രിൻസിക് ആയിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് എത്രത്തോളം വലുതാണോ, അതായത് ഇത് ചെറുതാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണാം, അത് ചെറുതായത് കണ്ടോ, ഇതിനാണ് ഞാൻ പറഞ്ഞത് ഇൻട്രിൻസിക് കണ്ടന്റ് സൈസ്. ഇപ്പോൾ ഈ ഒരു വിജറ്റിന് ഡിസ്പ്ലേ ചെയ്യാനുള്ള മാക്സിമം ആവശ്യമുള്ള വിഡ്ത്തിലേക്ക്, ഏറ്റവും മിനിമം ആവശ്യമുള്ള വിഡ്ത്തിലേക്ക് അതിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ് കാണുന്നത്. അതിനൊരു മനസ്സിലായി. ഇത് വലുതാക്കി കഴിഞ്ഞാൽ അത് സ്ക്രീനിൽ പറ്റുന്ന അത്രയും വലുതാവാൻ നോക്കും. അതിനുശേഷം വലുതാക്കാൻ പറ്റില്ല, കാരണം അത് സൂപ്പർ. അതിന്റെ മുകളിലുള്ള വിജറ്റ് പറയും, ഓക്കെ ബോഡിയിൽ ഇത്രയുള്ള സ്ഥലം, നിങ്ങൾക്ക് അതിനും കൂടുതൽ വലുതാവാൻ പറ്റില്ല, അതിനും കൂടുതൽ സ്ഥലം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ തരാൻ പറ്റില്ല, നിങ്ങളുടെ കണ്ടന്റുകൾ ഡ്രോപ്പ് ചെയ്യണം എന്ന് പറയും. അപ്പൊ അത് ക്ലിപ്പായി. മനസ്സിലായോ? അപ്പൊ ഇതിപ്പോ ഒരു അവൈലബിൾ ആയിട്ടുള്ള ഒരു വിഡ്ത്തിലേക്ക് ഇത് മനസ്സിലാക്കണമെന്നില്ല, ജസ്റ്റ് ഒരു പോയിന്റ് ഒന്ന് ഞാൻ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാനെങ്കിൽ ഇതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു വിഡ്ത്ത് കൊടുക്കണം. എനിക്ക് പറയാണ്, ഓക്കെ ഇതിന്റെ ഉള്ളിലത്തെ കണ്ടെയ്നർ ഞാൻ പറയാണ്, എനിക്ക് ആ ഫോമിന് ഓൾമോസ്റ്റ് ഒരു ഇത്ര വലുതാക്കണം എന്ന് പറയണം. അപ്പൊ ഞാൻ ഒരു വേറൊരു വിജറ്റ് വെച്ച് കമ്പോസ് ചെയ്തിട്ട് ഞാൻ അതിനൊരു കോളത്തിനൊരു സൈസ് ബോക്സ് കൊടുക്കണം. അതായത് ഒരു പെർട്ടിക്കുലർ, ഇത് രണ്ടാമത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇതാണ്. അതിൽ ഞാൻ പറയാണ് അതിനൊരു സൈസ് ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഫിക്സഡ് ആയിട്ടുള്ള ഹൈറ്റും വിഡ്ത്തും നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതൊന്നും വേണ്ട, അത് വേണ്ട, കണ്ടെയ്നറിന് തന്നെ നമുക്കൊരു ഹൈറ്റ് കൊടുക്കണം, അത് കൊടുക്കാം. അത് ഞാൻ സൈസ് ബോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നില്ല. ഞാൻ പറയാണ് ഇതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ഒരു 320 പിക്സൽസ് ആണ്, വിഡ്ത്ത് എന്ന് പറയുന്നത് 320 പിക്സൽസ് ആണ്. മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളൊരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു സൈസ് ഞാൻ അതിന് കൊടുത്തു. പിന്നെ അത് സെന്ററിന്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് അത് മാക്സിമം സെന്റർ തന്നെയാക്കും. കാരണം ഈ ടോപ്പിന്റെ ഡിസ്റ്റൻസും ഈ ഡിസ്റ്റൻസ് സെയിം ആണ്. ഞാനിത് വലുതാക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, കാണുന്നുണ്ടോ? സെന്റർ നമുക്ക് എപ്പോഴാണെങ്കിലും യൂസ് ചെയ്യാം. ഒന്നുകൂടി ക്വസ്റ്റ്യൻ ചോദിക്കാൻ എനിക്ക് മനസ്സിലായില്ല. ഇല്ല ഞാനിതൊരു നമുക്കിപ്പോ സെന്റർ എടുത്ത് കളയാം, അതെങ്ങനെ ഇരിക്കാന്ന് നോക്കാം. അത് ഈ പോയിന്റിലേക്ക് വന്നു. മനസ്സിലായോ? കാരണം ഇവിടെയാണ് കോർഡിനേറ്റ് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്യുന്നത്. 0 0 എന്ന് പറയുന്ന ഈ പോയിന്റ് ആണ്. അത് ഇങ്ങനെയാണ് ഗ്രോ ചെയ്യുന്നത്. ഇത് y ഡയറക്ഷൻ ആണ്, ഇത് x ഡയറക്ഷൻ ആണ്. മനസ്സിലായി? സെന്റർ എന്താ ചെയ്തു, അതിന്റെ ഇവിടെയാണ് ഇപ്പൊ അതിന്റെ ഒറിജിൻ ആയിരിക്കുന്നത്. അതിന്റെ ഒറിജിൻ ഈ പോയിന്റിലേക്ക് മാറ്റുകയാണ് ചെയ്തത്. മനസ്സിലായോ? അപ്പൊ സെന്റർ അതാണ് ചെയ്തത്. തൽക്കാലം തിരിച്ചു പോകാം. സെന്റർ കുറച്ചും കൂടി ജനറലി യൂസ് ചെയ്യാറുണ്ട്. ഇനി സെന്റർ എന്നൊക്കെ പറയുന്നത് ശരിക്കും അലൈൻ എന്ന് പറയുന്ന വേറൊരു വിജറ്റ് ഉണ്ട്. ആ വിജറ്റിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഫോം ആണ് സെന്റർ എന്ന് പറയുന്നത്. ഇപ്പോഴും യൂസ് ചെയ്യുന്നത് നമുക്ക് പതുക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പൊ എന്ത് ചെയ്തു, ഞാനൊരു കണ്ടെയ്നറിൽ ഒരു വേറൊരു കളറുള്ള ഒരു കണ്ടെയ്നർ, നമുക്ക് കുറച്ചുകൂടി പ്രസന്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നർ. ഇനി യെല്ലോന് ഞാൻ ലൈറ്റ് യെല്ലോ കൊടുക്കാം. അത്രയൊരു കോൺട്രാസ്റ്റ് വേണ്ട. എന്താണെന്ന് പറഞ്ഞു തരാം. ഇപ്പൊ ഉള്ളൊരു കളറിന്റെ ഫുൾ സാച്ചുറേഷൻ എന്ന് ഹലോ, പറഞ്ഞെന്തെങ്കിലും ചോദിച്ചോ? ഞാൻ വീഡിയോ ഷെയർ ചെയ്ത് തരാം, പേടിക്കണ്ട. പറ്റുന്നത്രയും ഫോളോ ചെയ്യാൻ നോക്ക്. അപ്പൊ വീഡിയോ കുറച്ച് സെൻസ് ചെയ്യാം, അല്ലെങ്കിൽ ഒന്നും പറ്റുന്നത്രയും ശ്രദ്ധിക്കും കേട്ടോ. അഞ്ജനയ്ക്ക് കേൾക്കാമോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. അപ്പം ഇവിടെ കണ്ടെയ്നർ ഉണ്ട്. ഈ കണ്ടെയ്നറിൽ ഞാൻ ചെറിയൊരു കാര്യം ചെയ്യാം. ഇപ്പൊ ഇവിടെ ഇതിന്റെ
എഡ്ജസ് എല്ലാം വളരെ ഷാർപ്പാണ്. ആ എഡ്ജസിന് ഞാനൊരു ആ എഡ്ജസിന്റെ ഒരു ചെറിയ റൗണ്ടിങ് ബിഹേവിയർ ആഡ് ചെയ്യാം. ഇപ്പൊ ഞാനിവിടെ ഈ കണ്ടെയ്നറിൽ തന്നെയാണ് ഡയറക്റ്റ് ആയിട്ട് കളർ കൊടുത്തത്. ഇതിൽ ഡെക്കറേഷൻ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ഉണ്ട്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ട, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരുന്നുള്ളൂ. ഈ ഡെക്കറേഷനും കളറും ഒരുമിച്ച് എക്സിസ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം ഡെക്കറേഷൻ എന്ന് പറയുന്നതിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ് ഈ കളർ എന്ന് പറയുന്നത്. അപ്പം ഇതിന്റെ അകത്ത് ഞാനൊരു ബോർഡർ റേഡിയസ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ചെയ്യാനുണ്ട്. സർക്കിള് ഇതൊന്നും മനസ്സിലാക്കണ്ടാട്ടോ. ഇത് ഞാൻ എങ്ങനെയാണ് ഇത് ബിഹേവിയർ ചേഞ്ച് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് പറയുന്നത്. ഇതിപ്പോ പഠിക്കേണ്ടതല്ല. ഒരു എഡ്ജ് റൗണ്ട് ആയത് ശ്രദ്ധിച്ചോ? മനസ്സിലായോ? അത്രേ ഉള്ളത്. ഇങ്ങനെയാണ് ഇതിന്റെ ബിഹേവിയേഴ്സ് എല്ലാം മാറ്റുന്നത്. അത് ഞാൻ കുറച്ചും കൂടി വലിയൊരു ആപ്പാണ്. ഇപ്പൊ അറിയാലോ, നേരത്തെ ഞാൻ ഇവിടെ കൊടുത്തത് 320 എന്ന് പറഞ്ഞൊരു സൈസാണ് കൊടുത്തത്. അപ്പൊ 320യുടെ ഹാഫ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാഫ് എത്രയാണ് വരുന്നത്? 116 അല്ലേ? പെർഫെക്റ്റ് സപ്ലൈ ശ്രദ്ധിച്ചോ? അതിന്റെ കോർണർ റേഡിയസിന് ഞാൻ അതിന് 16 ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരുന്നത്. അത് കോർണർ കട്ട് ചെയ്ത് 4 സൈഡിൽ നിന്നും കട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഹാഫ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള സർക്കിൾ ആയിട്ട് മാറും. ജസ്റ്റ് ഇതിന് തന്നെ എളുപ്പത്തിൽ ചെയ്യുന്ന വേറെ എളുപ്പമുള്ള യൂട്ടിലിറ്റീസ് ഉണ്ട്, ഞാൻ പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ കോർണർ റേഡിയസ് ഇങ്ങനെയാണ്. അതിന്റെ എഡ്ജസ്റ്റ് കട്ട് ചെയ്ത് പോകുന്നത്. നമുക്ക് സെലക്റ്റീവ് ആയിട്ട് ഒരു എഡ്ജ് മാത്രം കട്ട് ചെയ്യാം. അങ്ങനെയൊക്കെ പോസിബിൾ ആണ്. അപ്പൊ ഡ്രോ ചെയ്യുമ്പോൾ അത് കംപ്ലീറ്റ് എപ്പോഴും ഒരു റെക്ടാങ്കിൾ ആയിട്ട് ഡ്രോ ചെയ്യുന്ന സിസ്റ്റം. എന്നിട്ട് അതിന്റെ ടോപ്പിൽ നമ്മൾ ആക്ച്വലി ഒരു തരം എന്താ പറയുക, ഷേപ്പോ അല്ലെങ്കിൽ മാസ്കോ ആഡ് ചെയ്യാനായിട്ടാണ് ഇത് ചെയ്യുന്നത്. ഇന്റേണലി ചെയ്യുന്ന ഡീറ്റെയിൽസ് ആണ് നമ്മൾ അതിനെ കുറിച്ച് അറിയണം. ജനറലി ചെറിയൊരു റൗണ്ടിങ് നമ്മൾ കൊടുക്കാറുണ്ട്. 4 to 8 പിക്സൽസ് ആണ് ജനറലി കൊടുക്കാറുള്ളത്. എപ്പോഴും ഒരു ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊബൈൽ ആപ്സിൽ സ്പേസിങ്സ് എല്ലാം 8ന്റെ മൾട്ടിപ്പിൾസിലാണ് ചെയ്യാറുള്ളത്. അതായത് എല്ലാം 2ന്റെ മൾട്ടിപ്പിൾസ് ആണ്, 2, 4, 8 അങ്ങനെയാണ്. നമ്മുടെ ഏറ്റവും റെക്കമെൻഡഡ് ആയിട്ടുള്ള മിനിമം സ്പേസിംഗ് എന്ന് പറയുന്നത് 8 ആണ്. 8, 16, 24, 32 ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഒരു പാഡിങ് കൊടുക്കുന്നത്. അല്ലാതെ 1, 2, 3, 4 എന്ന് പറഞ്ഞങ്ങനെ വെറുതെ കൊടുക്കാറില്ല. ഐദർ 8 അല്ലെങ്കിൽ അതിന്റെ കമ്പോസിറ്റ് ആയിട്ടുള്ള അതിന്റെ മൾട്ടിപ്പിൾസ് ആണ് 8, 16, 32 അങ്ങനെയുള്ള ഒരു, മനസ്സിലായല്ലേ? ആ ഒരു 2 പോകുന്ന പോലുള്ള രീതിയിലാണ് ജനറലി ചെയ്യുന്നത്. അപ്പൊ എല്ലാ സ്ഥലത്തും ആ സ്പേസിംഗ് ഒക്കെ വളരെ എളുപ്പമായിട്ടിരിക്കും. ഇനി ഞാനൊരു ചെറിയൊരു കാണിക്കുകയാണ്. ഇതിൽ ഞാൻ ഒന്നും കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. 1-2 കാര്യം കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓൾമോസ്റ്റ് 40 മിനിറ്റ് ആയത്. ഞാൻ ഇതിലൊരു ബോർഡർ എന്ന് പറഞ്ഞൊരു ഇത് കൊടുക്കാം. ചുമ്മാ ജസ്റ്റ് എളുപ്പമുള്ള കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഞാൻ എന്താണ് ബോർഡർ സൗണ്ട് ഞാനത് കുറച്ച് കാലം യൂസ് ചെയ്തിട്ട് ബോർഡർ സൈഡ് ഓൾ ആയിരുന്നു. ഓക്കെ, ആ പോയിന്റ് ഞാൻ പിന്നെ കവർ ചെയ്യാം. നമുക്ക് ഇതുപോലെ ഷാഡോ ഒക്കെ ആഡ് ചെയ്യാൻ പറ്റും. ബോക്സ് ഷാഡോ ആഡ് ചെയ്യും. ബോക്സ് ഷാഡോ എന്ന് വെച്ചാൽ ലിസ്റ്റ് ഓഫ് ഷാഡോസ് ആണ് വെക്കുന്നത്. ബോക്സ് ഷാഡോ ഒരു കളർ എന്താന്ന് കാണുമ്പോൾ മനസ്സിലാവട്ടെ, നോക്കേണ്ട കാര്യമില്ല. ഒരു ചെറിയൊരു ബോർഡറും വന്നു, ബോർഡർ അല്ല സോറി, ഒരു ചെറിയൊരു ഒരു ഷാഡോ കാണുന്നുണ്ടല്ലോ, ഒരു ബോക്സ് ഷാഡോ. അത് നമുക്ക് അങ്ങനെ കളറൊക്കെ മാറ്റാം. കളർ ഞാനിപ്പോൾ ഒരു ഗ്രേ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത്രയും പ്രോമിനന്റ് ആയിരിക്കില്ല നേരത്തെ കണ്ടതിനൊക്കെ. ചെറിയൊരു എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു എഫക്റ്റ് കൊടുക്കാനാണ്. അത് ക്ലിക്കബിൾ ആണ്, അല്ലെങ്കിൽ ചെറിയൊരു ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ടുമായിട്ട് മിക്സ് ആയി പോകാതിരിക്കാൻ ഒരു ചെറിയൊരു കൊടുക്കാനായിട്ട് ഇത് യൂസ് ചെയ്യും. ഇത് ഷാഡോ നമുക്ക് കൊടുക്കുന്നതനുസരിച്ചിട്ട് അത് ഉണ്ടോ, ഇതിപ്പോ വളരെ പതുക്കെയാണ് അത് ടേപ്പർ ചെയ്ത് പോകുന്നത്. മനസ്സിലായോ? അതായത് അതെപ്പോഴും അതിന്റെ ഫുൾ കളർ ചെയ്ത് ഏറ്റവും സീറോയിലേക്കുള്ള ഒരു ഒപ്പേസിറ്റി ആണ് ഉണ്ടാകുന്നത്. എത്രയും വലുതാവുന്നു അത്രയും ചെറിയൊരു രീതിയിലായിരിക്കും, വളരെ ഗ്രാജുവൽ ആയിട്ടായിരിക്കും അത് പറയുന്നത്. മനസ്സിലായോ? അതിന്റെ സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പൊ ജനറലി നമ്മൾ ഈ കളർ വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു കളറാണ് കൊടുക്കുന്നത്. മേ ബി ഒരു ഗ്രേ 200 മേലൊക്കെ കൊടുക്കാറുള്ളൂ.
അത് അക്സെപ്റ്റ് ചെയ്യും. മെറ്റീരിയൽ കളറിന്റെ ഒരു കൺസെപ്റ്റ് ഉണ്ട്, അത് ഞാൻ ഡീറ്റെയിലിൽ പറയാം, ഇപ്പൊ പറഞ്ഞു കൺഫ്യൂസ് ചെയ്യുന്നില്ല, ജസ്റ്റ് കൊടുത്തേ ഉള്ളൂ. അപ്പൊ ഏകദേശം ഞാൻ വിചാരിച്ച അത്രയായി. ഇനി ഒരു ഇതായിട്ട് പറയാനായിട്ട് ഇപ്പൊ എങ്ങനെ നമ്മൾ കമ്പോസിഷൻ ചെയ്തതെന്ന് മനസ്സിലായല്ലോ. നമ്മളിപ്പോ പുതിയ ഒരു കണ്ടെയ്നറിനെ മാത്രമേ ഇൻട്രൊഡ്യൂസ് ചെയ്തുള്ളൂ. ഒരു കണ്ടെയ്നർ ഉണ്ട്. ഈ കണ്ടെയ്നറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതൊരു ജാക്ക് ഓഫ് ഓൾ ആണ്. ഒരുപാട് എന്താ പറയുക വിജറ്റ്സ് കമ്പോസ് ചെയ്യുന്നതിന് പകരം കുറച്ച് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു വിജറ്റ് ആണ് കണ്ടെയ്നർ. അതുകൊണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ ഉള്ളൊരു കാര്യമാണ്. അപ്പൊ ഞാൻ ഇവിടെ ഈ ഒരു ലോഗിൻ ഫോം ആക്കുന്നതിനെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പൊ ഇതിന് ഇപ്പോ ഇതൊക്കെ സ്റ്റിൽ വർക്കിംഗ് ആയിരിക്കും, ഇതൊന്നും മാറ്റമൊന്നും വരുന്നില്ല. ഇപ്പൊ എത്ര ലെവൽസ് കൂടിയിട്ടുണ്ടെങ്കിലും അതെല്ലാം വർക്ക് ചെയ്യും. ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഇത്രയും കമ്പോണൻസ് ഒരുമിച്ച് ഇത്രയും വരയ്ക്കേണ്ട ആവശ്യമുണ്ടാകും. ഇത് വരച്ചിട്ടാണ് പലതും ചെയ്യുന്നത്. പക്ഷെ എല്ലാ പ്രാവശ്യവും നമ്മൾ ബിൽഡ് ചെയ്യുമ്പോൾ ഇതെല്ലാം ഒന്നിന് ക്രിയേറ്റ് ചെയ്യല്ല, ഇതിന്റെ വേറെ ഒരു കോപ്പി അവർ ആക്ച്വലി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മുമ്പത്തെ വരച്ചതും ഇത് വരച്ചതും നമ്മൾ ഡിഫറൻസ് നോക്കിയിട്ടൊക്കെയാണ് അവർ ഇൻസേർഷൻസും വിജറ്റ്സിനെ റിമൂവ് ചെയ്യണോ ആഡ് ചെയ്യണോ എന്നൊക്കെ വിചാരിക്കുന്നത്. അപ്പൊ അവർക്കൊരു ഇന്റേണൽ ഒപ്റ്റിമൈസേഷൻ ഉണ്ട്. അതുകൊണ്ട് വിജറ്റ്സിനെ കുറിച്ച് വിജറ്റ്സ് ആവശ്യമുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഒരുപാട് വിജറ്റ്സ് വെറുതെ ആഡ് ചെയ്തിട്ട് കാര്യമില്ല. ചില വിജറ്റ്സ് കമ്പോസ് ചെയ്ത് വരുമ്പോൾ അത് മുകളിലുള്ള വിജറ്റ്സിന്റെ ഫംഗ്ഷനാലിറ്റി ചിലപ്പോൾ ഇല്ലാതായി പോകാം. അതുകൊണ്ട് ജസ്റ്റ് ഇനഫ് ഇൻഫർമേഷൻ ആവശ്യമുള്ള വിജറ്റ്സ് മാത്രം കമ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കാം. പിന്നെ ഞാനൊരു ചെറിയൊരു ബട്ടൺ ആഡ് ചെയ്യുന്നത് കാണിക്കാറുണ്ട്. ഒരു ബട്ടൺ ആയിട്ട് ഞാൻ ആഡ് ചെയ്യുന്നതിന് പകരം അത് ഒരു കണ്ടെയ്നർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് കാണിച്ചു തരാം. എന്നിട്ട് ഞാൻ അതിനെ ബട്ടൺ ആക്കി മാറ്റാം. ഓക്കെ, കണ്ടെയ്നർ എടുക്കുന്നു. കണ്ടെയ്നറിൽ എന്തായാലും ഒരു ചൈൽഡ് വേണം. അത് ഞാൻ ടെക്സ്റ്റ് ആണെന്ന് പറയുന്നു, ലോഗിൻ എന്ന് പറയുന്നു. ഇനി അതിനൊരു കളർ കൊടുക്കാണ്. ഓക്കെ, ഇനി അതിനൊരു ഹൈറ്റ് വേണം. 64 പിക്സൽസ് കൊടുക്കണം. എന്താ സംഭവിച്ചത്, ഞാൻ കൊടുത്ത അതേപോലെ തന്നെ വന്നു. 64 പിക്സൽസ് ഉള്ള ഒരു ഹൈറ്റ് വന്നു, കളർ വന്നു. പക്ഷെ അത് എന്താണ്, അതിന് വിട്ടില്ല. അത് ഈ ഇങ്ങനെയാണ് ഇത് അലൈൻ ചെയ്യുന്നത്. ഈ ലോഗിന് ആവശ്യമുള്ള എത്രയാണോ വരുന്നത് ആ ഒരു ഉള്ളിലത്തെ കണ്ടന്റിന് ആക്കുന്ന അത്ര വലുപ്പമുള്ളൂ. അപ്പൊ എനിക്ക് ആ കൺസ്ട്രെയിന്റ് മാറിയിട്ട് ഇത് അവൈലബിൾ ആയിട്ടുള്ള വിട്ട് മുഴുവൻ യൂസ് ചെയ്യണമെന്ന് പറയാണ്. അപ്പൊ അങ്ങനെ ഒരു എന്താണ് ലെഫ്റ്റ് റൈറ്റ് ഒരു ലേ ഔട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ റോ ആക്കി മാറ്റണം. അപ്പൊ ഞാൻ ഈ കണ്ടെയ്നറിന് ഒരു റോ ആക്കി മാറ്റുന്നു. ഓക്കെ, ഇത് ആക്ച്വലി ഇപ്പൊ ഇവിടം തൊട്ട് ഇവിടം വരെ ഉണ്ട്. പക്ഷെ ഇതിന്റെ ഉള്ളിലത്തെ കമ്പോണന്റ് അപ്പോഴും ഇനഫ് സൈസിലേക്ക് മാത്രമേ ആയിട്ടുള്ളൂ. അപ്പൊ ആ ഉള്ളിലത്തെ കമ്പോണന്റിന് ഒന്ന് സ്ട്രെച്ച് ചെയ്യാനായിട്ടാണ് ഞാൻ അടുത്ത് എഴുതുന്നത്. അത് ഞാൻ എക്സ്പാൻഡഡ് എന്ന് പറയുന്നത് വേറൊരു വിജക്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രമേ എങ്ങനെയാണ് ലേ ഔട്ട്സ് ചെയ്യുന്നതെന്ന് എന്നൊരു ഐഡിയ കിട്ടാൻ. ഓക്കെ, ഇത്രയും ചെയ്തപ്പോൾ അത് അത്രയായി. പക്ഷെ ഇപ്പോഴും ഈ ടെക്സ്റ്റ് ഇതിന്റെ ഇവിടെയാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്, പക്ഷെ ഇവിടെ ആയിരിക്കണം. അപ്പൊ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എന്തെങ്കിലും ഒരു സെന്ററിൽ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് സെന്റർ വിജറ്റ് വെച്ച് റാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് സംഭവിക്കുന്നത്. ഏകദേശം ആയിട്ടുണ്ട്. എനിക്ക് പോരാ, ഇവിടെ തമ്മിലുള്ളതിന്റെ ഗ്യാപ്പ് ഒന്ന് കുറച്ച് കൂട്ടണം. അപ്പൊ ഐതർ എനിക്കൊരു പാഡിങ് ആഡ് ചെയ്യാം, പാഡിങ്ങിനേക്കാളും ജസ്റ്റ് മുകളിലേക്ക് ഒരു ചെറിയൊരു ഗ്യാപ്പ് ഇടാനായിട്ട് ഒരു ഹൈറ്റ് ആഡ് ചെയ്യാണ് കുറച്ചുകൂടി എളുപ്പം. ചെയ്യാണ് ചെറിയൊരു സൈസ് ആണ്. ഇനി ലോഗിൻ ബട്ടൺ ഇവിടെ എനിക്ക് ഇതോട് ടച്ച് ചെയ്ത് നിൽക്കണം എന്നില്ല, ചെറിയൊരു ഓഫ്സെറ്റ് വേണമെന്ന് പറയാം. അതായത് കണ്ടെയ്നറും ഈ പറയുന്ന കോളും തമ്മിൽ ഒരു ഇടുന്നതാണ് ഒരു എളുപ്പം. ജസ്റ്റ് കാണിച്ചു തരാം. കോളുണ്ട്, സൈസ് ബോക്സ് ഉണ്ട്, അവർ തമ്മിലൊരു അതായത് ആ ഒരു സൈസ് ബോക്സിന്റെ ഉള്ളിലായിരുന്നു കോള ഇരിക്കുന്നുണ്ടായിരുന്നു. ആസ് എ ഹോൾ എല്ലായിടത്തും ആണ്. ഇതിന്റെ മാത്രം ആഡ് ചെയ്യുമ്പോൾ അങ്ങനെ അതാണ് ഒരു ബെറ്റർ ആയിട്ടുള്ള അപ്രോച്ച്. കാരണം ഇപ്പൊ ഇത് എത്ര ഗ്രോ ചെയ്താലും അല്ലെങ്കിൽ ഇത് മാത്രം പുറത്തേക്ക് വരും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇൻഡിവിജ്വൽ ആയിട്ട് ഓരോന്നിനും കൊടുക്കുന്നേക്കാളും നല്ലത് എല്ലാത്തിനും കൂടി ഒരുമിച്ച് കൊടുക്കുന്നതാണ്. മനസ്സിലായോ? ഞാനിവിടെ ഇതിന്റെ ഹൈറ്റ് മനസ്സിലായില്ല. അതായത് ഇപ്പോ ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഞാൻ ഈ കൊടുത്ത പാഡിങ് തൽക്കാലം അത് 0 ആക്കി മാറ്റാം.
അപ്പൊ പാഡിങ് ഉണ്ടാവില്ല. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിന് മാത്രമായിട്ട് പാഡിങ് കൊടുക്കുന്നതിനേക്കാളും നല്ല അപ്രോച്ച് ഇവിടെയും വേറെയും ഉണ്ടല്ലോ. യു ഹാവ് പുഷ് ദ ബട്ടൺ എന്നുള്ളത് വേറൊരു ടെക്സ്റ്റ് വന്നു വിചാരിക്കും, വെരി ലോങ് ടെക്സ്റ്റ് കണ്ടോ. അപ്പൊ എന്ത് ചെയ്യേണ്ടി വരും? ഞാൻ ഇവിടെ പാഡിങ് കൊടുക്കണം, ഇതിന് പാഡിങ് കൊടുക്കണം. ഇത് മാറില്ലായിരിക്കും, ചിലപ്പോൾ ഇതും വരായിരിക്കും. അപ്പൊ മനസ്സിലായില്ല. അപ്പൊ എല്ലാത്തിനും ആ പാഡിങ് കൊടുക്കണം. അപ്പൊ എന്ത് ചെയ്യാം? ഈ കോളം എന്ന് പറയുന്നത് സൈസ്ഡ് ബോക്സിന്റെ ഉള്ളിലാണ്. അപ്പൊ ഈ കോളം സൈസ്ഡ് ബോക്സിന്റെ ഇടയിൽ പാഡിങ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഡയറക്ട്ലി അത് എല്ലാവർക്കും പാഡിങ് ആണ്. മനസ്സിലായോ? അപ്പൊ പാഡിങ് എന്ന് പറയുന്നത് ഒരു വിജറ്റ് തന്നെയാണ്. അപ്പൊ ഒരുപാട് വിജറ്റ്സ് യൂസ് ചെയ്യുന്നത് ഒഴിവാക്കിയില്ലേ? മനസ്സിലായോ? ഇനി അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇതിപ്പോഴും ഒരു ബട്ടൺ അല്ല കേട്ടോ, ഇതിപ്പോഴും ഒരു ചെറിയൊരു കണ്ടെയ്നർ ആണ്. കണ്ടെയ്നറിന് ടെക്സ്റ്റ് വന്നിട്ടുണ്ടെന്നുള്ളൂ. പിന്നെ അതിലൊരു ചെറിയൊരു കാര്യം കൂടി കാണിച്ചു തരാം. അതിന് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു ഇത് യൂസ് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്ത് അതിൻ്റെ ഫോണ്ട് സൈസ് പറയുന്നത് 18 ഉണ്ട്. അത് ഒരു സെമി ബോൾഡ് സേവ് ചെയ്ത് കുറച്ചൊന്ന് വലുതായി, അത്രേ ഉള്ളൂ. അതിന്റെ കളർ മാറ്റണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ആട്രിബ്യൂട്ട്സും വിജറ്റ്സിന്റെ കമ്പോസിംഗിൽ കൂടെയാണ് നമ്മൾ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കമ്പോണൻസ് എല്ലാം ചെയ്യുന്നത്. അല്ലോ, ജസ്റ്റ് അതിനായി. ഇനി ഇത് റൗണ്ടഡ് ആക്കണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യണം. ഇനി ഇപ്പൊ ഇത്രയും ചെയ്തപ്പോഴാണ് ഒരു ബട്ടണിന്റെ ഒരു ലുക്ക് ആൻഡ് ഫീൽ നമുക്ക് ആയത്. ഇതിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരു ബട്ടൺ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഇറ്റ്സെൽഫ് ഒരു വേറൊരു വിജറ്റായിട്ട് കീപ്പ് ചെയ്യും. അപ്പൊ നമുക്ക് എളുപ്പത്തിൽ അതിനെ യൂസ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഇതേ കാര്യം തന്നെ ഇവിടെ സെന്റർ ഒന്നും യൂസ് ചെയ്യാതെ ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ലോജിക് കൊണ്ട് ബട്ടൺ വെച്ച് ചെയ്യാൻ തന്നെ. ഇത് ചെയ്യാവുന്നത് എങ്ങനെയാണെന്ന് വളരെ മിനിമൽ കമ്പോണൻസ് യൂസ് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഇങ്ങനെ നമുക്ക് പല രീതിയിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഇതൊരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വഴിയല്ല. ഇതേ ഫംഗ്ഷനാലിറ്റി തന്നെ പല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നമ്മൾ ഈ വിജറ്റ്സ് കമ്പോസ് ചെയ്യുമ്പോഴും ഒരു ട്രെയിലിംഗ് ആയിട്ടുള്ള ഒരു കോമ ഇട്ട് കഴിഞ്ഞാൽ സ്പേസിംഗ് എല്ലാം കറക്റ്റ് ഒരു ഹൈറാർക്കി പോലെ നിൽക്കും. കണ്ടു കഴിഞ്ഞാൽ ഓരോന്നിനും എന്തിനാണ് എൻഡിങ് എന്ന് മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഈ സ്പേസിംഗ് എല്ലാം കഴിഞ്ഞത്. ഓരോ പ്രാവശ്യം സേവ് ചെയ്യുമ്പോഴും അത് ഓട്ടോ ഫോർമാറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള ലേഔട്ട് ആയി മാറും. അപ്പോൾ ഇന്നത്തെ ഈ ഒരു കോളിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് വിജറ്റ്സ് കമ്പോസ് ചെയ്ത് നമ്മൾ വിചാരിക്കുന്ന ആ ഒരു UI ഉണ്ടാക്കുന്നത് എന്നുള്ളതാണ്. ഇത് കുറച്ച് കാലത്തൊരു പ്രാക്ടീസ് കൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ എങ്ങനെ അത് ചെയ്യണം. ഏറ്റവും ചെറിയ യൂണിറ്റ് ആദ്യം ഉണ്ടാക്കുന്നു, പിന്നെ അതിന്റെ റിപ്പീറ്റബിൾ കണ്ടന്റ് ഉണ്ടാക്കുന്നു. ഓരോന്നും എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവും. ഞാനൊരു ജസ്റ്റ് ഒരു ലേഔട്ട് അവിടെ ഇത് നമ്മളുടെ ഒരു അപ്കമിങ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് ആണ്. അതിന്റെ സ്ക്രീൻസ് ആണ്. അപ്പോൾ അവര് നമുക്ക് ഇങ്ങനെയായിരിക്കും സ്ക്രീൻസ് വരുന്നത്. ഇവർ കുറച്ച് പ്രൊഫഷണൽ ആണ്, അതുകൊണ്ട് എല്ലാ സ്ക്രീൻസും നമുക്ക് ചെയ്ത് കൊടുക്കുന്നത്. ചിലർ വയർ ഫ്രെയിംസ് ഒക്കെ ഉണ്ട്. വയർ ഫ്രെയിംസ് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ലേഔട്ട് മാത്രമേ വരച്ചിട്ട് നേരത്തെ തരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു ഇത് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇതൊരു റിലേറ്റീവ്ലി കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു സംഭവം. അപ്പൊ ഇത് എങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഇത് ടോപ്പിൽ വരുന്ന ഒരു സെക്ഷനാണ്. അപ്പൊ ഇതൊരു ബാറിന്റെ ഭാഗമായിരിക്കും ഇത്രയും. പിന്നെ ഒരു കണ്ടന്റ് ഇങ്ങനെ വരികയാണ്. ഈ കണ്ടന്റ് ഒരു ഗ്രിഡ് വരുന്നുണ്ട്. അത് റിപ്പീറ്റബിൾ ആയിട്ടുള്ള യൂണിറ്റ് ആണ്. ആ റിപ്പീറ്റബിൾ ആയിട്ടുള്ള ഓരോ യൂണിറ്റിന്റെയും സെന്ററിൽ ഒരു വീഡിയോ ആണെങ്കിൽ അതിൽ പ്ലേ ചെയ്യുന്ന ഒരു ബട്ടൺ ഉണ്ട്. മുകളിൽ ഒരു ലേബൽ ഉണ്ട്. താഴെ ഒരു കണ്ടെയ്നർ ഉണ്ട്. അത് താഴത്തുനിന്ന് ഇവിടുന്ന് 8 പിക്സൽസും ഇവിടുന്ന് 8 പിക്സൽസും മോഡലാണ്. ഇത് ഇറ്റ്സെൽഫ് ഒരു റോ ആണ്. ആ റോയിന്റെ ഉള്ളിൽ ഐക്കണും ടെക്സ്റ്റും ഉണ്ട്. അത് റിപ്പീറ്റബിൾ ആണ്. അത് ലൈക്ക് കാണിക്കുന്നുണ്ട്, കമന്റ് കാണിക്കുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഒരു സ്പേസ് ഉണ്ട്. ഇങ്ങനെ ഓരോ വിജറ്റ് ആയിട്ട് എടുത്തിട്ട് കമ്പോസ് ചെയ്ത് ഈ ഒരു ഗ്രിഡ് ഒരു റീയൂസബിൾ ആണ്. ഈ ഒരു ഗ്രിഡ് തന്നെയാണ് ഇവിടെ എല്ലായിടത്തും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ഇമേജ് മാത്രമേ മാറുന്നുള്ളൂ, അല്ലെങ്കിൽ അതിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ മാത്രമേ മാറുള്ളൂ.
അതേപോലെ തന്നെ ഇവിടെ അതെ ഒരു റോ ആണ്. ആ റോയിൽ 4 ബട്ടൺസ് ഉണ്ട്. 3 ബട്ടൺ ഉണ്ട്. നാലാമത്തിന്റെ ഒരു ലേഔട്ട് സ്ലൈറ്റ്ലി വ്യത്യാസമാണ്. അത് പ്രോട്ടോടൈപ്പ് തന്നതാണ്. നമ്മൾ അതേപോലെ തന്നെയല്ല, അതിന് കുറച്ച് നമ്മൾക്ക് ഇംപ്രൂവ് ചെയ്യണം. ഇത് UI ചെയ്ത് അത്രയും നല്ല രീതിയിലൊന്നുമല്ല. പിക്സൽ പെർഫെക്റ്റ് ഒന്നുമില്ല, നമ്മൾ പക്ഷെ കറക്റ്റ് ആയിട്ട് ചെയ്യും. ഇങ്ങനെയായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു കമ്പോണൻസ് എല്ലാം ഉണ്ടാക്കുന്നത്. മനസ്സിലായോ? ഇനി ലൈവ് ആയിട്ടുള്ള ഒരു ആപ്പിന്റെ ഒരു ലേ ഔട്ട് എടുത്ത് നമുക്ക് കാണിക്കാം. ഈ ഒരു ലെവലിൽ നിങ്ങൾ എത്താനായിട്ട് ഒരു 2 വീക്സ് ഒക്കെ മാക്സിമം എടുക്കുള്ളൂ. അത് നിങ്ങൾ അതിന് എക്സസൈസ് അതിന്റെ കുറച്ച് സ്വന്തമായിട്ട് താല്പര്യമുള്ള എന്തെങ്കിലും ചെറിയ ഫോംസ് ചെയ്ത് നോക്കുക. അത് ഒരുപാട് വർഷം തെറ്റും, വിചാരിച്ച പോലെ വരില്ല, കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ആയിട്ട് നിൽക്കും, സെൻട്രലായിട്ട് നിൽക്കും, അങ്ങനെയൊന്നും വരില്ല. അപ്പൊ അതൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം, കമ്പോസ് ചെയ്യണം എന്നുള്ളത് ട്രയൽ ആൻഡ് എറർ കൂടെ പഠിക്കും. അതിന് പ്യുവർ ആയിട്ട് അതിന്റെ ഒരു നല്ലൊരു ഒരു ട്യൂട്ടോറിയൽ ഉണ്ട് ഇതിൽ തന്നെ, ഫ്ലട്ടർ ഡെവല് അണ്ടർസ്റ്റാൻഡിങ് കൺസ്ട്രെയിൻസ് എന്ന് പറഞ്ഞത് എങ്ങനെയാണ് ഈ ഇതിനെല്ലാം ഡ്രോ ചെയ്യുന്നത് എന്നുള്ള വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റൈറ്റപ്പ് ഉണ്ട്. ഇത് കവർ ചെയ്യാനും വളരെ ബുദ്ധിമുട്ടാണ്. ഒരുപാട് ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ഈ എക്സാമ്പിളിലേക്ക് അവസാനം വരെ എത്താൻ പറ്റുള്ളൂ. പക്ഷെ ഇത് അവസാനം വരെ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് ഇങ്ങനെയുള്ള ഒരു ലേ ഔട്ട് എങ്ങനെ ഇതൊക്കെ ഉണ്ടാക്കാം, ഒരേ സാധനത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടാക്കാം എന്നതിൽ പറയുന്നത്. അപർണ്ണ ഉണ്ടോ? കേൾക്കാമോ? അപ്പൊ ഇതിൽ തന്നെ ഉണ്ട് ബിൽഡിംഗ് ലേഔട്ട്സ് എന്ന് പറഞ്ഞ ലേഔട്ട്സ് ആൻഡ് ഫ്ലട്ടർ എന്ന് പറയുന്ന അവിടെ തൊട്ട് തന്നെ ഫസ്റ്റ് പതുക്കെ സ്റ്റാർട്ട് ചെയ്യണം. രാവിലെ ഞാൻ പറഞ്ഞ പോയിന്റാണ്. അതെ, അവിടെ നിന്ന് പതുക്കെ നോക്കൂ, അത് മനസ്സിലാക്കിയിട്ട് പതുക്കെ ഫോളോ അപ്പ് ചെയ്യൂ. ഇനി എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു കുറച്ച് സ്വന്തമായിട്ട് ഉള്ള ഒരു ഗ്യാപ്പ് ഞാൻ തരാം. നാളെ കൊണ്ട് എനിക്ക് തോന്നുന്നില്ല പറ്റുമെന്ന്, പക്ഷെ മാക്സിമം നോക്കും. നാളെ രാവിലെ നമുക്ക് ഒരു സെഷൻ വേണ്ട, നാളെ നമുക്ക് ഈ സമയത്ത് മീറ്റ് ചെയ്യാം. അത് രാവിലെ മതിയോ? സമയം പോരാൻ തോന്നും. നാളെ രാവിലത്തെ കൂടി സമയം എടുത്ത് നിങ്ങളത് റെഫർ ചെയ്യൂ, എന്നിട്ട് നോക്കാം. അല്ലെങ്കിൽ എങ്ങനെയാണ് രാവിലത്തേക്ക് നോക്കാൻ പറ്റുമോ രണ്ടുപേർക്കും? ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. അതെ അതെ, ഒരു കാര്യം ചെയ്യാമോ? VS കോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ് VS കോഡ് എന്ന് പറയുന്നത്. VS കോഡില് എക്സ്റ്റൻഷൻ ഉണ്ട്. എക്സ്റ്റൻഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതില് 2 എക്സ്റ്റൻഷൻ ഉണ്ട്. ഡാർട്ട് എന്ന് പറയുന്ന ഈ എക്സ്റ്റൻഷനും ഫ്ലട്ടർ എന്ന് പറയുന്ന വേറൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. ഓക്കെ, ഈ എക്സ്റ്റൻഷൻ, ഈ 2 എക്സ്റ്റൻഷൻസ് ആഡ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ ഇതിൽ നിന്ന് തന്നെ ബിൽഡ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ഈ വിഷ്വൽ സ്റ്റുഡിയോയുടെ പ്രശ്നം, വിഷ്വൽ സ്റ്റുഡിയോ വളരെ നല്ലൊരു ഐഡിയ ആണ്, പക്ഷെ അതിന് കുറച്ച് മെമ്മറിയും കുറച്ച് സ്പെക്കും ആവശ്യമുള്ള ഒരു സിസ്റ്റം ആവശ്യമുണ്ട്. അപ്പൊ പലപ്പോഴും നിങ്ങളൊക്കെ എടുത്തിരിക്കുന്ന സിസ്റ്റം എന്ന് പറയുന്നത് i3 ആവാം. i3 ഒക്കെ ആവുമ്പോൾ കൂടുതലും ഒരു ബ്രൗസിംഗ് എക്സ്പീരിയൻസിനൊക്കെ പറ്റുള്ളൂ. ഒരു i5ന്റെ ഒരു അതിന് ഹയർ ആണ് ആവശ്യമുള്ളത് ബിൽഡ് ചെയ്യാനും മറ്റുമായിട്ട്. ആക്ച്വലി ഫ്ലട്ടർ വൺ ഓഫ് ദ ഒരു പ്രാവശ്യം ബിൽഡ് ആയി കഴിഞ്ഞാൽ പിന്നെ ഹോട്ട് റിവർ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. കാരണം അപർണയും സെയിം ഇഷ്യൂ ആണ് പറഞ്ഞത്. നമുക്കിതിന് പകരം ഇപ്പോൾ ഫ്ലട്ടർ എന്ന ബ്രൗസറിൽ തന്നെ ഇവിടെയൊക്കെ ഈ എന്താണ് ഫ്ലട്ടറിന്റെ എക്സാമ്പിൾസ് ഉണ്ട് കുറച്ച്. അത് അവിടെ തന്നെ ചെയ്ത്, കാരണം ഇപ്പൊ ഫ്ലട്ടർ വെബ് പോസിബിൾ ആയതുകൊണ്ട് ബ്രൗസറിൽ നിന്നുകൊണ്ട് തന്നെ എക്സാമ്പിൾസ് എല്ലാം ചെയ്ത് നോക്കാൻ പറ്റും. അപ്പോഴും സ്ലൈറ്റ് ഡിലേ ഉണ്ടായിരിക്കും, പക്ഷെ ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കൂ. ഞാനത് വെബ് ഡെവലപ്മെന്റ് കൂടുതൽ പേര് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ റീസൺ ഒന്ന് നമുക്ക് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പമാണ്. അത്രയും ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. നല്ല സ്പെക്കുലർ ഡിവൈസ് വേണ്ട, പർട്ടിക്കുലർ ഒരുപാട് ടൈം എടുത്ത് കോൺഫിഗർ ചെയ്യണ്ട, അങ്ങനെയുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് എല്ലാം ഉണ്ട്. പക്ഷെ നിങ്ങൾ നോക്കൂ, ഈ VS കോഡ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കിത് കണ്ടിന്യൂ ചെയ്ത് നോക്കാം. അറ്റ്ലീസ്റ്റ് തിയറി പാർട്ടെങ്കിലും കവർ ചെയ്യാൻ നോക്കും. ഈ ലേ ഔട്ടുകളുടെ ഈ കാര്യം വരണം. ഇൻട്രൊഡക്ഷൻ ടു വിജറ്റ്സ് നമ്മളൊന്ന് കഴിഞ്ഞല്ലോ, നിങ്ങൾ നോക്കിയിട്ട് ഇവിടെ ഇതിൽ കോഡിലൊക്കെ ഇൻസ്റ്റാളേഴ്സിലേക്കൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ ചെയ്ത് നോക്കിയിട്ടുള്ള പുതിയ ഫീച്ചേഴ്സ് ആണ്. ഇപ്പോൾ നമ്മളിതില് ടെക്സ്റ്റ് നോക്കി, റോ ആൻഡ് കോളം നോക്കി, സ്റ്റാക്ക് നോക്കിയിട്ടില്ല, പക്ഷെ കണ്ടെയ്നർ നോക്കിയിട്ടുണ്ട്. ഇത്രയും ജസ്റ്റ് ഒന്ന് ബ്രീഫ്ലി ഒന്ന് ഞാൻ ജസ്റ്റ് കവർ ചെയ്ത് പോയിട്ടുണ്ട്. ഇതിൽ കോൺസ്റ്റ് എന്നുള്ള കീവേഡ്സ് എല്ലാം കാണും. പ്രത്യേകിച്ച് അത് ഇപ്പൊ മൈൻഡ് ചെയ്യണ്ട, നമുക്കത് പതുക്കെ നോക്കി പോവാം.
handling gestures, handling widgets in response. കുറെ ഉണ്ട്. ഇത് എല്ലാം ഒന്നും നോക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതൊക്കെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഫേസസ് ആണ്. കേസ് ഉണ്ട്, ഗ്ലോബൽ കേസ് ഉണ്ട്, ഇതെല്ലാം നമുക്ക് യൂസ് ചെയ്യേണ്ട ഫീച്ചേഴ്സ് തന്നെയാണ്. പക്ഷെ വളരെ പതുക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാം. അപ്പോൾ നാളെ രാവിലെ വേണ്ട, ഈ സമയത്ത് മതിയോ? ഇതൊന്ന് ഷെയർ ചെയ്യാമോ? എനിക്ക് ഫുൾ ക്ലാസ് കേൾക്കാൻ മനസ്സിലായി. ഞാൻ ഷെയർ ചെയ്യാം, പേടിക്കണ്ട. ഞാനപ്പോ തൽക്കാലത്തേക്ക് റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്യാണ്. ഞാനത് ഷെയർ ചെയ്യാം.